ഇപ്പൊ എന്താ സ്ഥിതി? കേൾവിയും കേൾപ്പോരുമില്ല. ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഇവിടെ ഒരു ഭരണമുണ്ടോ? ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികളെ കേൾക്കാനും കാണാനും അവരെ ചേർത്ത് നിർത്താനും അവരെ കണ്ണീരൊപ്പാനും ഇവിടെ ഒരു സംവിധാനമുണ്ടോ? ഇല്ലാത്തതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ബഡായി പറഞ്ഞാൽ പോരാ, പ്രതിബദ്ധത വേണം, ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കണ്ണൂരിൽ പ്രളയ ദുരിതത്തിൽ സഹായിച്ചതിന്റെ ഭാഗമായി രാജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ സഹജീവികളെ രക്ഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജീവൻ അവൻ നഷ്ടപ്പെട്ടത്. എങ്ങനെയാണ് ഡെഡ് ബോഡിയോട് ഇവർ പ്രതികരിച്ചത്? തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് മാറ്റം കൊണ്ട് വയ്യാത്ത തരത്തിൽ ഡെഡ് ബോഡി. ഇങ്ങനെയാണ് ഒരു ദുരന്തത്തിൽ രക്ഷിച്ച ഒരു സഹോദരനോട് പെരുമാറേണ്ടത്? അങ്ങേറ്റം അപമാനകരമായി പെരുമാറിയിട്ട് ഓരോ മന്ത്രിമാരും പറയാണ് ഞങ്ങൾ അന്വേഷിക്കും. നിങ്ങൾ എന്തിനാ ഇനി അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മന്ത്രിമാരായിരിക്കുന്നത്? ഇത്തരം ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്യാൻ താല്പര്യമില്ലാതെ, ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറയാനോ അധികാരി ഉള്ളത്? ഒപിയുടെ സമയത്ത് വിൻസെന്റിന് എന്തെല്ലാം പ്രകടനങ്ങളായിരുന്നു. ഇപ്പൊ എന്താ വിൻസെന്റ് മിണ്ടാതിരിക്കുന്നത്? വിൻസെന്റ് തൊഴിലാളികളുടെ വികാരം അറിയുന്ന ആളല്ലേ? മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ജീവിക്കുന്ന ആളല്ലേ? അവരെ തിരിച്ചറിയാത്തവരാണോ വിൻസെന്റ്? അവരുടെ വികാരം മനസ്സിലാക്കാത്ത ആളാണോ വിൻസെന്റ്? സതീശൻ പറയുന്ന വർത്തമാനം പോലെ പറഞ്ഞാൽ മതിയോ? തീരദേശത്ത് വന്നാൽ മത്സ്യത്തൊഴിലാളി കടുവയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്നൊക്കെ പരസ്യമായി പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇവിടെ ഒരു ഭരണമുണ്ടോ ഇല്ലയോ എന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അറിയണം. കടലിൽ പോയ തൊഴിലാളികളെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അന്ന് നമ്മൾ 200ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ അവിടെ റെസ്ക്യൂ സ്ക്വാഡാക്കി മാറ്റുകയും അവരെ പോലീസിൽ പ്രത്യേക സേനയാക്കി മാറ്റുകയും ചെയ്തു. അന്ന് ഗോവയിൽ വിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തത്. 200 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ മക്കളെ, ഓഖിയിൽ നഷ്ടപ്പെട്ട കുടുംബം മാത്രമല്ല, മിടുക്കരായ ഈ പ്രദേശത്തുള്ള വിഴിഞ്ഞം കോവളം പ്രദേശത്തുള്ള 200 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരെ ഗോവയിൽ വിട്ട് ട്രെയിൻ ചെയ്ത് അവരെ ഇവിടെ ഫോഴ്സായി റെസ്ക്യൂ ടീമായി ഞങ്ങൾ പരിശീലിപ്പിച്ചെടുത്തു. ഇപ്പൊ എവിടെയാ ടീം? അവരെ എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല? ജിജി ഇന്നലെ TV-യിൽ പറഞ്ഞ ഞാൻ കേട്ടു, ഏത് ഗവൺമെന്റും ഒപ്പം. എന്റെ കുഞ്ഞെ, എല്ലാവരും ഒപ്പമാണെന്ന് പറയരുത്. എല്ലാം ചെയ്തൊന്നും ചോദിച്ചായിട്ടില്ല, പക്ഷേ പരമാവധി ചെയ്തു ഗവൺമെന്റ്. അന്ന് നമ്മൾ ഉണ്ടാക്കിയ റെസ്ക്യൂ ടീം എവിടെ? ആ റെസ്ക്യൂ ടീമിനെ എന്തുകൊണ്ട് നിങ്ങളിപ്പോ ഉപയോഗിക്കുന്നില്ല? അന്ന് നമ്മൾ ഉണ്ടാക്കി. കുറച്ച് പ്രശ്നം ഷിപ്പ്യാർഡാണ് നമ്മുടെ, പക്ഷെ അതിന് വേഗതയിൽ പോകാൻ ചില പ്രശ്നങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയണ്ടേ? ആ തരത്തിലേക്ക് നമ്മുടെ റെസ്ക്യൂ തയ്യാറാക്കിയ സേനയെ അതിനുപയോഗിക്കണ്ടേ? കേരളത്തിൽ പ്രളയം വന്നപ്പോ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ആലപ്പുഴയും കോട്ടയവും പോയി നാട്ടിലെ 70,000-ഓളം ജനങ്ങളെ സംരക്ഷിച്ചത്. അങ്ങനെ കേരളത്തിന്റെ സൈനികർ എന്ന് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി അവരെ വിശേഷിപ്പിച്ചു, അവരെ ആദരിച്ചു. ആ മത്സ്യത്തൊഴിലാളികളോട് നിരുത്തരവാദപരമായ ഒരു ഗവൺമെന്റ് പ്രതികരിക്കുമ്പോൾ അത് സഹിച്ചുകൊണ്ടിരിക്കാൻ കേരളത്തിലെ ഒരു ജനങ്ങൾക്കും കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇവിടെ റെസ്ക്യൂ ടീമുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്, ഇവിടെ ഒരു ഫിഷറി സ്റ്റേഷനുണ്ട് തീർക്കാൻ. ഈ തരം കാലാവസ്ഥ വന്നാൽ അറിയിപ്പ് കൊടുക്കാൻ സംവിധാനമുണ്ട്. അന്ന് നമ്മൾ സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ ISRO വിളിച്ചു. ISROയ്ക്ക് തീരദേശത്തെ തൊഴിലാളികളോട് ഉത്തരവാദിത്വമുണ്ട്. അവിടെയുള്ള പള്ളിയും അവിടെയുള്ള സ്ഥലവും ISROയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്ത നന്മയുടെ പ്രതീകമാണ് തീരദേശത്തെ തൊഴിലാളികൾ. ISROയുടെ ഡയറക്ടറെ അടക്കം ബന്ധപ്പെട്ടവരെയെല്ലാം ഞാനന്ന് നേരിട്ട് വിളിച്ചു മന്ത്രി എന്ന നിലയിൽ. അവരുമായി ചർച്ച ചെയ്തു. മത്സ്യത്തൊഴിലാളിക്ക് സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അവർ പറയുന്നത്, ISROനെയും വിറ്റിരിക്കുകയാണ്, സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. ISRO വികസിപ്പിച്ചെടുത്ത ട്രാൻസ്പോണ്ടം വിദേശ കുത്തകൾക്ക് കൊടുത്തിരിക്കുകയാണ്. ആകെ പിന്നവരുടെ കയ്യിലുള്ളത് 20% മാത്രമാണ്. അത് രാജ്യത്തിന്റെ ആഭ്യന്തര. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ വിദേശ കുത്തകകളുമായി സംസാരിച്ചിട്ടാണ് സാറ്റലൈറ്റ് ഫോൺ മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു ഫോണിന് 1 ലക്ഷം രൂപ. ഞാൻ തൊഴിലാളിക്ക് നിങ്ങൾ സൗജന്യമായി സാറ്റലൈറ്റ് ഫോൺ നൽകണം. 1 ലക്ഷം രൂപ വിലയുള്ള ഫോണിന് 90% സബ്സിഡി കൊടുത്തുകൊണ്ടാണ് LDF ഗവൺമെന്റ് കുറച്ച് തൊഴിലാളിക്ക് സാറ്റലൈറ്റ് ഫോൺ കൊടുത്തത്. ലൈഫ് ജാക്കറ്റ് കൊടുത്തു. ആ ലൈഫ് ജാക്കറ്റൊക്കെ ഇപ്പൊ ഇവിടെ
അറിയില്ല. അപ്പൊ അതിലൊരു പ്രശ്നമുണ്ട്. തൊഴിലാളി എപ്പോഴും ലൈഫ് ജാക്കറ്റ് ഇട്ട് മീൻ പിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഹാർഷായ സമയത്ത് ഇടാം എന്നതല്ലാതെ അതൊരു ശീലമായി മാറുന്നില്ല. അതിന് അത്രയും വെയിറ്റ് അല്ലെ, വെള്ളത്തിൽ വീണ പൊങ്ങി കിടക്കണമല്ലോ. അപ്പൊ അതിന്റെ സംവിധാനം അതാണ്. അപ്പൊ ലൈഫ് ജാക്കറ്റ് കൊടുത്തു, സാറ്റലൈറ്റ് ഫോൺ കൊടുത്തു എനിക്കറിയില്ല. 90% സബ്സിഡിയുള്ള 90,000 രൂപ സർക്കാരും 10,000 രൂപ ഫിഷർമെനുമുള്ള സാറ്റലൈറ്റ് ഫോൺ കൊടുത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. പക്ഷേ 10,000 രൂപയും തൊഴിലാളിക്ക് എടുക്കണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുകയാണ്, ഇന്ത്യ ഗവൺമെന്റ് തീരദേശത്തെ പ്രതിരോധ സേന കൂടിയാണ് മത്സ്യത്തൊഴിലാളി. ഇപ്പോൾ നേവിയെല്ലാം നമ്മളെ കാണുന്നത് രാജ്യത്തിന്റെ സുരക്ഷയായ സേനയായിട്ടാണ്. നേവിക്കാർ നമ്മുടെ ഗവൺമെന്റ് കാലത്ത് ഏതൊരു ഫംഗ്ഷനും ഫിഷീസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കും. എന്താ കാര്യം? മത്സ്യത്തൊഴിലാളി കടലിലെ സേനയാണ്. ആ കടലിലെ സേനയ്ക്ക് എന്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സൗജന്യമായി സാറ്റലൈറ്റ് ഫോൺ കൊടുത്തുകൂടാ? അപ്പൊ അതുകൊണ്ട് ഈ വെതർ വളരെ കാലാവസ്ഥ അടിയന്തരമായി മാറി മറിയുന്ന സാഹചര്യത്തിൽ അവർക്ക് സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണം. അപ്പോൾ ഒരു വൺ വേയെ പറ്റൂ. സുരക്ഷയുടെ കാരണത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, തൊഴിലാളികളുടെ ഈ ഫോൺ ഇരിക്കട്ടെ, കാലാവസ്ഥ മോശമായാൽ ഫിഷറി സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ, കരയുമായി ബന്ധപ്പെടാൻ വൺ വേ മെസ്സേജ് മതി. അങ്ങനെയാണ് അന്നത്തെ സാറ്റലൈറ്റ്. ഇപ്പോഴും സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണമെന്നത് നിർബന്ധമായി CITU ആവശ്യപ്പെടുകയാണ്. മത്സ്യത്തൊഴിലാളിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരള ഗവൺമെന്റ് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമ്പോൾ കേരള ഗവൺമെന്റിന്റെ കയ്യിലല്ല ISROയുടെ ട്രാൻസ്പോണ്ടവും മറ്റും. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെട്ട് മത്സ്യത്തൊഴിലാളിക്ക് സൗജന്യമായി സാറ്റലൈറ്റ് ഫോൺ നൽകി അവരെ ജീവൻ രക്ഷിക്കാൻ ഇടപെട്ടേ മതിയാകൂ. അതുകൊണ്ട് ഇത്തരമെല്ലാമുള്ള കാര്യത്തിൽ അടിയന്തരമായി നമുക്ക് നഷ്ടപ്പെട്ട സഹോദരന്മാരുടെ അന്വേഷണം തീവ്രമായി നടത്തുകയും അതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നു എന്ന് തൊഴിലാളിക്ക് ബോധ്യപ്പെടുകയും തൊഴിലാളിയോട് നീതിപൂർവമാണ് പെരുമാറുന്നതെന്ന് അവർക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം ഈ സമീപനം വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല. ദിനേശന്റെ നിലപാടാണെങ്കിലും ശ്രീ മുരളിയുടെ നിലപാടാണെങ്കിലും അതൊക്കെ അങ്ങേയറ്റം ജനവിരുദ്ധമായ, രാജ്യത്തോടും തൊഴിലാളികളോടും പ്രതിബദ്ധതയില്ലാത്ത സമീപനമാണ്. അത് തിരുത്തി മത്സ്യത്തൊഴിലാളിക്ക് ആവശ്യമായ സുരക്ഷ നൽകാനും കടലിൽ കാണാതായ സഹോദരങ്ങളെ കണ്ടെത്താനുള്ള അതിതീവ്രമായ അന്വേഷണം നടത്താനും സന്നദ്ധമാകണമെന്ന് ആവശ്യപ്പെടുന്നു. ആ തൊഴിലാളി കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. ആളെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകി അവരെ സംരക്ഷിക്കണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുമ്പോഴോ അതിശക്തമായ തുടർ പ്രക്ഷോഭവുമായി മുന്നറിയിപ്പ് നൽകാനാണ് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്.